ഈ സീസണിൽ വീണ്ടും പൂരം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ട്. ആകെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൂരം നടത്തേണ്ട, ഉത്സവം വേണ്ട, വെടിക്കെട്ട് വേണ്ട എന്നൊക്കെ. ഹിന്ദുവിൻ്റെ ആഘോഷങ്ങൾ ഇങ്ങനെ വേണ്ട എന്നും അതെല്ലാം ഇല്ലാതാക്കപ്പെടണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഇതിൻ്റെ പിന്നിൽ എന്താണ് ശരി? തീർച്ചയായിട്ടും ഒരു അട്ടിമറി ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം അവർ എക്സ്പേർട്ട് വർക്കേഴ്സാണ്, കാലങ്ങളായിട്ട് ഈ ജോലി ചെയ്യുന്നവരാണ്. അവിടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് സത്യത്തിൽ വളരെയധികം വലിയൊരു സെക്യൂരിറ്റി ലാപ്സാണ്. ഈ സർക്കാരല്ലേ ഇത്രയും വിപുലമായല്ലോ, ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവമായിട്ടല്ലേ കണക്കാക്കുന്നത്. അതെ. ഈ തൃശ്ശൂർ പൂരത്തിന് ഇത്രയും സെക്യൂരിറ്റി ഉള്ളോ? ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിക്കൂടെ? അതെ. അപ്പോൾ ഇത് രണ്ട് ദിശയിലാണ് കാണുന്നത്. ഒന്ന്, ഇതിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുള്ള അട്ടിമറിയാണ്. എനിക്ക് വലിയ സംശയം ഉണ്ടാക്കരുതിൽ. എന്തിന്? കാലങ്ങളോളം ഇനി പൂരം നടത്താതിരിക്കാനുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹിന്ദുക്കളുടെ ഉത്സവങ്ങളിലേക്ക് കോടിക്കണക്കിന് ജനങ്ങൾ ആകൃഷ്ടരാവുന്ന രീതിയിലുള്ള ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് കണക്കാക്കണം. പിറ്റേന്ന് മുരളി വന്നല്ലോ, ഏതോ ഒരു ബാവ പറഞ്ഞല്ലോ, ഏതോ ഒരു സിംഹാസനക്കാരൻ ബാവ പറഞ്ഞല്ലോ, എന്താ വെടിക്കെട്ടിലല്ല ദൈവം പ്രസാദിക്കുന്നതെന്ന്. പിന്നെ എന്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്? അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. അത് മറ്റുള്ളവർ അഭിപ്രായം പറയാൻ പാടില്ല. യു ഹാവ് നോ സേ ഇൻ ദിസ്, യു ഷുഡ് ഷട്ട് യുവർ മൗത്ത് അപ്പ് ആൻഡ് സിറ്റ് ദെയർ. അതാണ് സത്യം. ഞങ്ങൾക്ക് പറയണം, ഞങ്ങൾ പറഞ്ഞോളാം. നിങ്ങളെന്തിനാണ് ഞങ്ങളായത് അഭിപ്രായം പറയുന്നത്? വടക്കുംനാഥൻ്റെ മുറ്റത്ത് നടക്കുന്ന ഈ പൂരം ഭാരത സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ജനങ്ങളുടെ സാഗരമാണ്. അത് തടയിടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ആകർഷണം കുറയ്ക്കാൻ വേണ്ടി എന്തെല്ലാം കാലങ്ങളായിട്ട് തൃശ്ശൂർ പൂരം വരുമ്പോൾ എല്ലാ വർഷവും ഒരു വിവാദം ഉണ്ടാവാറില്ലേ? ഇത് ആസൂത്രിതം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. തൃശ്ശൂർ പൂരം മാത്രമല്ല, ആറ്റുകാൽ പൊങ്കാലയായാലും എല്ലാത്തിലും, ഗുരുവായൂരായാലും, ശബരിമലയാണ്. ഹിന്ദുക്കൾ കൂട്ടത്തോടുകൂടി ജാതി വ്യത്യാസമില്ലാതെ ഒന്നിച്ച് ആനന്ദിക്കുന്ന ഇടങ്ങൾ ഉണ്ടാവരുത് എന്ന് ചിലർക്ക് ശാഠ്യമുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, അവിടെ എങ്ങനെയാണ് ഇത്രയും ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു ഇടത്ത് എങ്ങനെയാണ് വീഡിയോ ക്യാമറ ഏതോ ചാനൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്? തീപ്പൊരി പറന്ന് വീഴുന്ന ഒരാൾ പറഞ്ഞു. അതിൽ ഇതൊക്കെ അന്വേഷിക്കപ്പെടണം. അത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഏജൻസീസ് അത് ശരിക്കും അന്വേഷിക്കുന്ന പോലെ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം പ്രായപൂർത്തിയാവാത്ത കൊച്ചിനെ ഇവിടെ കൊണ്ടത് കെട്ടിച്ചിട്ട് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പം ഞാൻ പറയുന്നത്, ഇതൊക്കെ കേന്ദ്ര ഏജൻസികൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഇനിയും കിടന്നുറങ്ങിയാൽ ഹിന്ദുക്കൾ ബാക്കി ഉണ്ടാവില്ല. ഇവിടെ ഉത്സവം ഉണ്ടാവില്ല, അമ്പലം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ രാഹുൽ ഈശോയെ പോലുള്ള ആൾക്കാർ വന്നിട്ട് അയ്യപ്പനടുത്ത് കുരിശും വെക്കണം എന്ന് പറയും. ഹിന്ദുക്കൾക്ക് അവരുടെ സ്വത്വം പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അപകടകരമായ ഒരു ഹിന്ദു വിരുദ്ധത കേരളത്തിലുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയാണിത്. അതുകൊണ്ട് ഇവർ ചെയ്യേണ്ടത് ശരിക്കും അന്വേഷിക്കണം. എങ്ങനെ ഒരു ചാനൽ അവിടെ കടന്നു വന്നു? അതും ഏതൊരു സാധാരണ ചാനലാണ്, അത് ഒരു മെയിൻ സ്ട്രീം മീഡിയ അല്ലെന്ന്. മനോരമ വന്നു. മനോരമയുടെ ആൾക്കാർ വലിയ ടീമായിട്ട് വന്ന് പോയി കഴിയുമ്പോൾ മണിക്കൂറുകൾ. എനിക്ക് മനോരമയല്ലല്ലോ, സംശയമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവാം. ഞാൻ പറഞ്ഞത്, മനോരമയുടെ ഈ വെളിപ്പാട് കാണുമ്പോഴേ, മനോരമയ്ക്ക് നമ്മുടെ ഉത്സവങ്ങളൊക്കെ പുറമേ പറയുമെങ്കിലും മനോരമയ്ക്ക് ഇതിനൊക്കെ വലിയ വിരുദ്ധതയാണ്, അസ്പൃശ്യതയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം. മനോരമയായാലും മറ്റു ചാനലാണ്, ആര് വന്നാലും അവരെപ്പറ്റി അന്വേഷണം നടത്തണം. അത് കേന്ദ്ര ഏജൻസികൾ ഈ മതത്തിന് അടിപ്പെട്ടിട്ടുള്ള അന്വേഷണമല്ല, കൃത്യമായ അന്വേഷണം നടത്തണമെന്നാണ് എനിക്ക് അഭിപ്രായം. എന്തെങ്കിലും രാസവസ്തു ഇത്തരം സ്ഥലങ്ങളിൽ, അത് പാടത്തിൽ ഈ സൾഫർ പോലത്തെ എന്തോ അങ്ങനെ പറഞ്ഞു ഇട്ട് കഴിഞ്ഞാൽ അന്നേരം പൊട്ടിത്തെറിക്കുന്നു. മൃതദേഹങ്ങൾ പോലും തിരിച്ചറിയാൻ വയ്യാത്ത പോലെ ആയിരുന്നല്ലേ, ഉരുകിപ്പോയി. അപ്പം ദയവ് ചെയ്ത് ഹിന്ദുക്കൾ വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ ജാഗ്രത വേണം. ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നവരെ സ്വാധീനിച്ചിരിക്കാം ചിലപ്പോൾ. ഒന്ന്. രണ്ട്, അല്ല ഈ ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ എങ്ങനെ മനോരമ പോലൊരു ചാനൽ അവിടെ കടന്നു വന്നു? മനോരമയാണെങ്കിൽ മറ്റു ചാനലുകളും ഉണ്ടല്ലേ. അപ്പോൾ ഒരിക്കലും ചാനൽ, ഈ മാപ്രകളെ കൊണ്ടുള്ള ദുരിതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദുരിതം. ജനിച്ച സംസ്കാരത്തോട്, ഈ നാടിൻ്റെ സംസ്കാരത്തോട് കൂറില്ലാതെ പണത്തിന് വേണ്ടി മാത്രം കുരയ്ക്കുന്ന ചില ജീവികളുണ്ട് ഇവരുടെ ഇടയിൽ. അവരെ സൂക്ഷിക്കുക തന്നെ വേണം. അല്ല, ഹിന്ദുക്കൾ ഇതിൽ എങ്ങനെയാണ് ഒരു ജാഗ്രത പാലിക്കേണ്ടത്? നമ്മളിത് എന്ത് ചെയ്യണം? ശരി, ഹിന്ദുക്കൾക്ക് മനസ്സിലാക്കണം, മതസൗഹാർദ്ദം എന്നത് നമ്മുടെ അടിസ്ഥാന ആശയങ്ങളെയോ ആചാരങ്ങളെയോ സ്വാധീനിക്കാൻ പാടില്ല. ക്രിസ്ത്യാനി ചെയ്യുന്ന പോലെ മതസൗഹാർദ്ദം ആയിക്കോളൂ, കെട്ടിപ്പിടിക്കാം, ഊണ് കഴിക്കാം, ഭക്ഷണം കഴിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കൊടുക്കാം, ഒക്കെ ശരി. നമ്മുടെ എസെൻഷ്യൽ പ്രാക്ടീസസിനെ അത് ബാധിക്കാൻ പാടില്ല. പൂരം എന്നത് ക്ഷേത്രത്തിൻ്റെ ഒരു അടിയന്തരമാണ്. അവിടെ അത് ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമാണ്. അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നമുക്ക് ജാഗ്രത വേണം. മറ്റുള്ളവർ എങ്ങനെ ഇടപെടുന്നു അതിൻ്റെ അകത്ത്, അവരുടെ എന്താണ് അവരുടെ ഇൻട്രസ്റ്റ് തിരിച്ചറിയാനുള്ള ബുദ്ധി വേണം. അതിനാദ്യം താനൊരു സ്വയം പ്രൗഡ് പ്രാക്ടീസിങ് ഹിന്ദു ആണെന്ന് പറയാൻ ധൈര്യപ്പെടണം. അത് കഴിഞ്ഞുള്ള സൗഹൃദം മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും നമ്മളോടുള്ളൂ. അല്ലാതെ അവൻ്റെ മതത്തിൻ്റെ എസെൻഷ്യൽ പ്രാക്ടീസസ് ഉപേക്ഷിച്ചിട്ട് ഞാൻ കൃഷ്ണനെ പ്രാർത്ഥിക്കുന്ന അവർ പറയില്ലല്ലോ. ഇവിടെ അതല്ല. ഇവിടെ ഈ കൃഷ്ണൻ്റെ അടുത്തുകൊണ്ട് യേശുവിനെ വെച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് യാതൊരു സ്വത്വബോധം ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ പ്രവർത്തന ലക്ഷ്യം. അതിലൊരു വലിയ വിജയം അവർ കൈവരിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. കഴിഞ്ഞ 70-80 വർഷമായിട്ട് അത് മാറ്റിയെടുത്തേ പറ്റൂ. എസെൻഷ്യൽ പ്രാക്ടീസസ് ഓരോരുത്തരും, മുസ്ലിമിൻ്റെ പ്രാർത്ഥനയായിട്ട് നടക്കട്ടെ, ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന നടക്കട്ടെ, ഹിന്ദുവിനെ അവൻ്റെ എസെൻഷ്യൽ പ്രാക്ടീസസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അനുവദിക്കുക. ദയവ് ചെയ്ത് അതിൽ കയറി അഭിപ്രായം ആരും പറയരുത്. അതിൽ വെള്ളം ചേർക്കാൻ ശ്രമിക്കരുത്.
അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. പക്ഷേ ഇവിടെ ഈ നമ്മൾ ഇത് പൂരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഓണം വന്നാൽ ഉടനെ പറയും ഓണം സവർണൻ്റെയാണ്, അവർണനെ അടിച്ചൊതുക്കിയതാണ് എന്ന് പറയും. ഇനിയിപ്പോൾ പൂജ വയ്പ്പ് വന്നു, നമ്മുടെ വിദ്യാരംഭം വരികയാണെങ്കിൽ പറയും ഇത് പൂജ വയ്ക്കുന്ന ഇപ്പൊ കണ്ടില്ലേ ഈ സവർണ അവർണ ഡിവൈഡിന്റെ ഇപ്പോഴത്തെ അപ്പോസ്തലനായ ശ്യാംകുമാർ, അതെ അയാൾ പള്ളിയിൽ പോയിട്ട് അച്ഛൻ്റെ കൂടെ നിന്നിട്ട് പറയുകയാണ് അഭിവന്ദ്യ പിതാവെന്ന്. നമ്മളൊക്കെ സ്വന്തം അച്ഛനെ അച്ഛനെ വിളിച്ചിട്ടുള്ളൂ. വേറെ ആരും അച്ഛൻ വിളിച്ചിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒക്കെ കുഴപ്പം എന്താണ്? ഒരു സന്യാസിയെ അഭിവന്ദ്യനായ സ്വാമി എന്ന് പറയുമോ? ഇല്ല. പള്ളിയിലെ ചിലപ്പോൾ അഭിവന്ദ്യ പിതാ. അപ്പോൾ എവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ സോഴ്സ് മനസ്സിലാവുന്നുണ്ടോ? അതെ. വേർ ഫ്രോം ദ ഫണ്ട്സ് കം ടു ദം. അവർക്ക് എവിടെ നിന്നാണ് ഈ ഫണ്ട്സ് വരുന്നത്? ഹൗ ആർ ദ ട്രീറ്റഡ്? അവർക്ക് എവിടെ നിന്നാണ് ഈ പമ്പിങ് ചെയ്തെടുക്കുന്ന ഡോളേഴ്സ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഈ ശ്യാംകുമാർ മതങ്ങളിലെല്ലാം നിരാശം ചെയ്യുന്നു എന്ന് പറയുന്നത് യുക്തിവാദി എന്ന് അടിക്കുന്ന ശ്യാംകുമാർ, ഹിന്ദുക്കളെ ജാതി പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്ന ശ്യാംകുമാർ, പള്ളിയിലച്ഛൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് അഭിവന്ദ്യ പിതാവെന്ന് ഏതർത്ഥത്തിലാണ്? എങ്ങനെയാണ് അയാളുടെ പിതാവാകുന്നത്? സോ യു ഷുഡ് നോ, ഈ ഹിന്ദു പേരുകളെല്ലാം ഹിന്ദുക്കളല്ല. I am sure there are at least 50 to 60% of namesake Hindus who use their Hindu identity to criticize Hinduism. Inside they are crypto-Christians, no doubt about it. തീർച്ചയായും നമ്മൾ അരുന്ധതി റോയിയെയും TM കൃഷ്ണയെയും എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ നന്ദഗോവിന്ദത്തിന് അതേ പരിപാടിയാണ് അവർ ചെയ്തത്. കർണാടക സംഗീത ത്യാഗരാജ സ്വാമികളുടെ ജഗദാനന്ദകാരക യേശുവിൻ്റെ വരികൾ കുത്തിക്കയറ്റി പാടുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. ഇത് ലോകത്തേക്കും വെച്ച് ഏറ്റവും മനോഹരമായ സംഗീതം നൽകിയ ഹനുമാൻ്റെ അവതാരമെന്ന് നമ്മൾ കണക്കാക്കുന്ന ത്യാഗരാജ സ്വാമികളുടെ പാട്ട് പോലും ഇങ്ങനെ മാറ്റി ക്രിസ്തുവിന് വേണ്ടി പാടുന്നുണ്ടെങ്കിൽ അത് ഒരു റെഡ് അലേർട്ട് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ സംസ്കാരത്തെ അങ്ങോട്ട് അസിമിലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഏജൻസായിട്ട്. അതിനവർക്ക് വേണ്ടുന്നതെല്ലാം കിട്ടുന്നുണ്ടാവും. അപ്പോൾ അവിടെ അഭിവന്ദ്യ പിതാവും ഇവിടെ കള്ളസ്വാമി എന്ന് വിളിക്കാനും ധൈര്യം വരും. അത് തിരിച്ചറിയാൻ ഹിന്ദുവിന് ബുദ്ധി ഉണ്ടായാൽ മതി. TM കൃഷ്ണ ശരിക്കും പ്രൊപ്പഗൻഡയുടെ ഭാഗമായിട്ട് അബ്സല്യൂട്ട്ലി സ്റ്റൂജ്. രാഹുൽ ഈശ്വർ എങ്ങനെയാണോ കേരളീയ സമൂഹത്തിൽ ഹിന്ദുക്കളെ അപമാനിക്കുന്നത്, അതുപോലെ തന്നെയാണ് TM കൃഷ്ണ അവിടെ ചെയ്യുന്നത്. അല്ല അരുന്ധതി റോയ് നോർത്തിൽ ചെയ്യുന്നത്. അരുന്ധതി റോയ് പറഞ്ഞില്ലേ, മറ്റേ എന്താണ് അവൻ്റെ പേര്, അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റരുതെന്ന് പറഞ്ഞില്ലേ, കരഞ്ഞില്ലേ അവർ? അതെ, ആലോചിച്ചു. അതായത് ഇവിടെ ഇപ്പോൾ പൂരത്തിൻ്റെ കാര്യത്തിനകത്ത് വരുന്നു. ശബരിമല നമുക്കറിയാം, ശബരിമല കൊള്ള ചെയ്യാനും പട്ടാപ്പകലതിനെ ഇല്ലായ്മ ചെയ്യാനും ഇവർ ശ്രമിക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ ഓരോ ആഘോഷങ്ങളെയും ഓരോ വിശ്വാസങ്ങളെയും പരിഹസിക്കാനും അപഹസിക്കാനും ഇവർ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹിന്ദുവിനെ ഒന്ന് സംഘടിക്കാൻ കഴിയാത്തത്? അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ ശേഷി ഒന്ന്, സാമ്പത്തിക ശേഷി, അവർക്കുള്ള ഈ മീഡിയയിലും ബ്യൂറോക്രസിയിലും, വിശേഷിച്ച് ബ്യൂറോക്രസിയിൽ ഉള്ള പിടി ഒന്ന്. രണ്ടാമത്തത്, ഹിന്ദു നേതാക്കന്മാർ ടോട്ടലി ഹിന്ദു അല്ല. ഇന്ന് ഹിന്ദു മതത്തെ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തെ പ്രതിനിധീകരിക്കുന്നവർ ഒരു 50% യേശു ഭക്തരാണ്. അനാവശ്യമായ അവരുടെ നട്ടലിൻ്റെ വളവാണ് ഹിന്ദുക്കൾക്ക് മൊത്തം മോന്തായം വളയാൻ കാരണം. അവർ തീരുമാനിക്കണം അനർഹമായി എന്തിനിങ്ങനെ ചെയ്യുന്നു. സ്വത്വം നശിപ്പിച്ച് എവിടെ പോയി കുമ്പിട്ട് നിന്നാലും അത് പുര തലയ്ക്ക് വീണ് നമുക്ക് ചാവാനുള്ള വഴി ഒരുക്കുകയുള്ളൂ. നമ്മുടെ തൂണുകളെ ബലപ്പെടുത്തേണ്ടതാണ് നമ്മുടെ ജോലി. നമ്മുടെ തൂണുകളെ ഇളക്കി അവൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുന്ന എന്തിനാണ്? ഇവിടെ ഒരു കഴിഞ്ഞ ഇലക്ഷനൊക്കെ നടന്നൊരു ക്യാമ്പയിൻ എന്താണ്, ക്രിസ്ത്യാനികളില്ലെങ്കിൽ നമുക്കിവിടെ ജയിക്കാൻ പറ്റും. അത് വെറും വിഡ്ഢിത്തരമാണ്. ഇനിയുള്ള ഹിന്ദുക്കൾ, ബാക്കിയുള്ള ഹിന്ദുക്കളുണ്ടല്ലോ കുറച്ചിവിടെ, ഒരു 50%, 52% ഇപ്പോൾ ഹിന്ദു കേരളത്തിലുള്ളൂ. ആ ഹിന്ദുവിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, വീട്, പാർപ്പിടം, വിദ്യാഭ്യാസം, മരുന്ന് തുടങ്ങിയവ കൊടുക്കാനുള്ള ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നിങ്ങൾ വോട്ട് ചോദിച്ചോളൂ. തീർച്ചയായിട്ടും ഹിന്ദു വോട്ട് ചെയ്യും. അതൊന്നും ചെയ്യാതെ വെറും ഇലക്ഷൻ വരുമ്പോൾ അരമന നിരങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹിന്ദു നേതാക്കന്മാരെ ഇവരെ വിശേഷിപ്പിക്കുക? ഇതെന്ത് തരം ഹിന്ദുത്വമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കൊന്തത്വമാണ്. അതിന് മുമ്പ് എഴുതിയിട്ടുണ്ടത്. ഒരുപാട് തെറി പറഞ്ഞ എന്നെ ഇപ്പോഴുള്ള പല സ്ഥാനാർത്ഥികളും ഈ ഒരൊറ്റ കാര്യത്തിന് മേലെ എന്നെ തെറി വിളിച്ചത്. ഇപ്പോൾ കണ്ടല്ലോ, PC ജോർജ് ഇറങ്ങിയെന്ന് പറഞ്ഞല്ലോ. PC ജോർജ് നല്ല ഒന്നാം തരം ഒരു അച്ഛനുണ്ടായതുകൊണ്ടാണ് അയാൾ അത്ര തുറന്നു പറഞ്ഞത്. ഇവിടെ ഏത് ഹിന്ദു നേതാവ് പറയും അതുപോലെ? PC ജോർജ് പറഞ്ഞല്ലോ, ഇലക്ഷൻ്റെ തലേന്ന് ഇടയലേഖനം വായിക്കുകയാണ് UDFന് വോട്ട് കൊടുക്കണമെന്ന്. ഈ കണ്ട എല്ലാ ഗുണങ്ങളും ഛത്തീസ്ഗഡ് അടക്കം വാങ്ങിയെടുത്ത് BJPയിലൂടെ വോട്ട് ആർക്കാണ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാലം ഇവർ പോയി നിരങ്ങിയതും കുമ്പിട്ട് പള്ളിയിലച്ഛൻ വരെ നമസ്കരിച്ചു എന്തായി? സ്വത്വം വിറ്റിട്ട്, നട്ടല്ലു പണയം വെച്ച്, ആത്മാവ് വിറ്റിട്ട് എന്തിന് ജീവിക്കണം? അപ്പം അങ്ങനെ ആത്മാവ് വിറ്റ് ഇവരെ പണത്തിന് വാങ്ങാം, അല്ലെങ്കിൽ ഇവരെ സ്വാധീനിക്കാം എന്നൊരു ബോധ്യം ഇസ്ലാം മതത്തിനും ക്രിസ്തു മതത്തിനും ഉണ്ട്. ഹിന്ദു മതത്തിൻ്റെ ഏത് നേതാവിനെയും സ്വാധീനിക്കാം എന്നുള്ളൊരു വിശ്വാസം അവരുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ പല സമരങ്ങളും പരാജയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ സ്റ്റേറ്റസ്, വിഷുവിനെ കളിയാക്കുക, ഓണത്തെ കളിയാക്കുക, എല്ലാ ഹിന്ദുവിൻ്റെ ആഘോഷത്തും അവർ മതേതരാക്കിയേ പറ്റുള്ളൂ. വളരെ അപകടകരമാണ്. ഇപ്പോൾ കണ്ടേ, മന്തി
മന്തി തിന്നുന്ന കൃഷ്ണനെ വെച്ചു. ഞാൻ ചോദിക്കട്ടെ, പിന്നെ പന്നിയിറച്ചി തിന്നുന്ന മുഹമ്മദിൻ്റെ ചിത്രം വെച്ചിട്ട് ഒരു റംസാൻ ആശംസ പറഞ്ഞ് എങ്ങനെ ഉണ്ടാവും? ഇവിടെ കത്തില്ലേ കേരളം? തലയുരുളില്ലേ? അവരുടെ സ്വത്വങ്ങൾ അവർ കടുകട വിടാതെ ആചരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മുടേതെല്ലാം മതേതരമാക്കാൻ വേണ്ടി വേണ്ടുന്ന ശ്രമങ്ങളെല്ലാം ചെയ്യുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ നേതാക്കന്മാരെന്ന് പറയുന്നവർ അവിടെ പോയിട്ട് തിണ്ണ നിരങ്ങുകയും ചെയ്താൽ നമ്മളെ ആർക്കും സ്വാധീനിക്കാന്നുള്ള ബോധ്യം അവർക്കുള്ളതുകൊണ്ടല്ലേ നമ്മുടെ ഒരു സമരവും ഒരു പരിധി കഴിഞ്ഞ് വിജയിക്കാത്തത്. അപ്പോൾ ഈ ബോട്ടിലാണ് വെള്ളം കയറുന്നത്, ആ ഓട്ട ആദ്യം അടയ്ക്കണം. The reason why our ships are sinking is not because of the other ships. It is because our captains are corrupted to a certain extent. They are all crypto-Christians. അത് മനസ്സിലാക്കണം. സ്വത്തും വിടരുത്. പല നേതാക്കന്മാർ, എന്തിന് വേദം പഠിപ്പിക്കുന്ന ആചാര്യന്മാർ പോലും വിഷു കണിക്ക് അവരുടെ ചിത്രം വെച്ചിട്ട് കൃഷ്ണനില്ല അതിൽ. ശ്രീകൃഷ്ണോ വിഷ്ണു, ആദിത്യാനാം അഹം വിഷ്ണു. മേടരാശിയിലേക്ക് കടക്കുന്ന സൂര്യൻ ആദിത്യൻ വിഷ്ണുവാണ്. ആ വിഷ്ണുവിനെ സ്തുതിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിഷുവിൻ്റെ കാർഷികോത്സവം തന്നെയാണത്. ആ മേടത്തിലെ സൂര്യൻ്റെ പ്രഭാവം അനുസരിച്ച് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണനെ വെച്ചാണ്. ഞാൻ എന്നോട് പറയാം, എൻ്റെ സുഹൃത്തുക്കൾ ഒറ്റയാൾ പോലും എനിക്ക് കൃഷ്ണൻ്റെ ചിത്രമില്ലാതെ വിഷു ആശംസ അറിയിച്ച ഞാൻ മറുപടി കൊടുക്കില്ല. ക്രിസ്മസിന് അവരുടെ ക്രിസ്മസ് തന്നെ അവർ മോഷ്ടിച്ച ഒരു ആഘോഷമാണ്. എവിടെയാണ് ഈ നസറത്തിൽ, എവിടെയാണ് ഈ മഞ്ഞുരുകി വീഴുന്നതും അവിടെ ഈ റെയിൻ ഡിയർ പോകുന്നതൊക്കെ? അത് പല സ്കോട്ട്ലൻഡിലെയും മറ്റു പല രാജ്യങ്ങളിലെയും ഐസ്ലാൻഡിലെയൊക്കെ ആഘോഷങ്ങൾ ഇവർ ഇവിടെ നിന്ന് വിളക്കടിച്ചു മാറ്റിയ പോലെ അടിച്ചു മാറ്റിയതാണ്. അപ്പോൾ അവരുടെ ചിത്രങ്ങളും സ്റ്റാറും യേശുവും ഇല്ലാത്ത ആഘോഷമൊന്നും അവർക്കില്ല. ഇവിടെ കൃഷ്ണനെ മന്തി തീറ്റിക്കുക, അല്ലെങ്കിൽ കൃഷ്ണനെ ഒഴിവാക്കിക്കൊണ്ട് വിഷു ആശംസ ഇടുക, ഇതൊക്കെ ധാർഷ്ട്യമാണ്. അവരുടെ മതത്തിൻ്റെ പണത്തിൻ്റെ പണാധിപത്യം, അവർ കൈയടക്കി വെച്ചിരിക്കുന്ന ഹെക്ടർ കണക്കിന് ഭൂമി, അതുപോലെ അവർ പണം കൊടുത്ത് ചൊൽപ്പടിക്ക് നിർത്തുന്ന ബ്യൂറോക്രസി, രാഷ്ട്രീയക്കാർ, അതാണ് അവരുടെ ധൈര്യം. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഇതില്ല. ഇവിടെയൊക്കെ ഏതെങ്കിലും കേരള കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ കാലങ്ങൾ ആശ്രമങ്ങളിൽ നിരങ്ങിയ ചരിത്രമുണ്ടോ? ഇല്ല. അവർ ക്രിസ്തുമതത്തിന് വേണ്ടി മാത്രമാണ് പണിയെടുക്കുന്നത്. ഇപ്പോൾ അതിനേക്കാൾ നന്നായി BJP പണിയെടുക്കുന്നത് കണ്ടതുകൊണ്ട് കുറേ കൂടെ BJP സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ കളയും ചെയ്തല്ലോ. തലേന്ന് PC ജോർജിനെ പോലെ ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടി പോരാടി വേറൊരാളില്ല. ആ PC ജോർജ് പറയേണ്ടി വന്നു ഇവന്മാർ ശുദ്ധ തെമ്മാടത്തിനാണ് കാണിച്ചതെന്ന്. എന്തുകൊണ്ട്? തലേന്ന് ഇടലേഖനം ഇറക്കി. ഇനിയും അവരുടെ തിണ്ണയിൽ പോയി ഇറങ്ങിയാലേ ഹിന്ദുവിന് ഇവിടെ ജീവിതമുള്ളൂ, സ്വത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളെ ഇനിയും ഷണ്ഡീകരിക്കരുതേ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.